ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എണീറ്റ് താഴേക്ക് പോകുമെന്ന് ഞാൻ ഡോറെല്ലാം തുറക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ശരിക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കോലായത്ത് അച്ഛനും അമ്മയും അവിടെ പോയി എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഡോറെല്ലാം തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അവർ 2-3 മാസം കൂടുമ്പം അങ്ങനെ ഒരു റുട്ടീൻ ചെക്കപ്പ് നടത്താറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിഞ്ഞിട്ട് നോക്കണം ഷുഗറെല്ലാം. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ. അപ്പം ഞാനും ഏട്ടനും മിച്ചൂട്ടിയും മാത്രമേ ഉള്ളൂ. നമുക്ക് സൗണ്ട് കിട്ടുന്നില്ല. അപ്പം ഞാനിനി വേഗം ഒന്ന് ബ്രഷെല്ലാം ചെയ്തിട്ട് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ പല്ലെല്ലാം തേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പൊ തന്നെ ഒരു ഉണർവ് കിട്ടി, മുഖലും കഴുകി ഫ്രഷ് ആകുമ്പോഴേക്ക്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാക്കാതെ വിചാരിക്കുന്നത്. അതുകൊണ്ട് രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ രാവിലെ അരച്ച് ചുടാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ചോറും കൂടെ കൂട്ടിയിട്ട് കുറച്ച് തേങ്ങയും ചുട്ടാൻ നമ്മുടെ കാര്യമായി. അപ്പൊ അതൊന്ന് വേഗം അരച്ചെടുക്കട്ടെ. നീച്ചൂട്ടി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ നീച്ചൂട്ടി എപ്പോഴാണോ കണ്ടിങ്ങനെ അറിയുന്നത്. അപ്പൊ എന്നെ അവിടെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം എണീറ്റ് വരും. അതുകൊണ്ട് വേഗം നീച്ചൂട്ടി എണീക്കുമ്പോഴേക്ക് കുറച്ചൊന്ന് പണി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എണീറ്റ് കഴിഞ്ഞാൽ കണക്കാ. കുറേ നേരത്തേക്ക് ഒന്ന് മൂഡ് ശരിയാവണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് വേഗം ഇതെല്ലാം ഒന്ന് അരച്ച് വെക്കട്ടെ. കുറച്ച് പാത്രം കഴുകൽ ബാക്കിയുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ തീരെ സമയം കിട്ടിയിട്ടില്ല. ഫുഡെല്ലാം കഴിച്ച് പിന്നെ നിച്ചൂട്ടിക്ക് നല്ലോണം ഉറക്കം വന്നു പുറത്തെല്ലാം പോയ ക്ഷീണത്തിന്. അതുകൊണ്ട് എന്നെ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് പാത്രം കഴുകാൻ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്ക് പാത്രം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് ആടെ സൈഡിലുള്ളത് ജസ്റ്റ് ഒന്ന് കഴുകി വെക്കുകയായിരുന്നു. ജസ്റ്റ് തുടച്ചിട്ടിനെ കൗണ്ടർ ടോപ്പ് രാത്രി തന്നെ, പക്ഷേ കഴുകിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് വേഗം കഴുകി വെക്കും. അല്ലെങ്കിൽ ആ ഈക്ക് പാത്രം അവിടെ കാണുന്തോറും നമുക്കൊരു സുഖം കിട്ടൂല പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാസത്തെ നമ്മുടെ മമാഅർത്തിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജനറലി യൂസ് ചെയ്യുന്ന 2 പ്രൊഡക്ട്സ് ആണ്. ഒരു ഫേസ് വാഷും ഒരു ഫേസ് മോയ്സ്ചറൈസറും. ഫേസ് വാഷ് മമാഅർത്ത് ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷ് ആണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹയാലുറോണിക് ആസിഡ്. അതുപോലെ തന്നെ ഫേസ് മോയ്സ്ചറൈസർ ബീട്രൂട്ട് ഹൈഡ്രാഫുൾ മോയ്സ്ചറൈസർ ആണ് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹയാലുറോണിക് ആസിഡ്. നോർമലി നമ്മൾ ബീട്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ബീട്രൂട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പിങ്ക് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് ഫേസ് വാഷിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റും ഹയാലുറോണിക് ആസിഡും അതുപോലെ തന്നെ നയാസിനമൈഡും ഗ്ലിസറിനും ആണ്. ബീട്രൂട്ടിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഹയാലുറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നയാസിനമൈഡ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മോയ്സ്ചറൈസറിൻ്റെ ആയാലും ഈ സെയിം കണ്ടൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ഫോമുലയാണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. 48 hours വരെ നമുക്ക് ഹൈഡ്രേഷൻ കിട്ടും. ഈ ബീട്രൂട്ട് ഫേസ് വാഷ് നമുക്ക് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പോരാതെ സോപ്പ് ഫ്രീ ആണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡും ആണ്. നമ്മൾ നോർമലി ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കയ്യിലേക്ക് എടുക്കുക, അതിൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്തിട്ട് കളയാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് ഗ്ലോ കിട്ടുകയും ചെയ്യും. മമാഅർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമുക്കറിയാം ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മമാഅർത്ത്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ RW2024 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും മമാഅർത്തിൻ്റെ ആപ്പിലും സൈറ്റിലും. അതുപോലെ തന്നെ മമാഅർത്തിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. കൂടാതെ ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് മമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റോഴ്സിലൊക്കെ മമാഅർത്തിൻ്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇത് വാങ്ങിക്കാനുള്ള എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ദോശ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഞാൻ ചുടുന്നില്ല, വൈകും നമ്മൾ കഴിക്കാൻ, ഞാനും ഏട്ടനും എല്ലാവരും കഴിക്കാൻ. അപ്പോൾ ആ സമയത്ത് ചൂടോടെ ചുട്ടാൽ മതിയല്ലോ.
ഇപ്പൊ കുറച്ചും കൂടെ ലൈറ്റ് വന്നു. ഞാൻ നേരത്തെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഈശ്വര എന്റെ ക്യാമറക്ക് എന്താ പറ്റിയെന്ന് വിചാരിച്ചു. അധികം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്, അപ്പം പുറത്തുനിന്ന് ലൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ നല്ല ഓറഞ്ച് കമ്മലെല്ലാം ഇട്ടിട്ടുണ്ടേ. അത് ഇന്നലെ പുറത്തു പോയപ്പോൾ ആ ഗോൾഡ് കമ്മൽ മാറ്റിയിട്ട് ഫാൻസി ഇട്ടു വലുത്. അപ്പൊ രാവിലെ ഇടാൻ നോക്കുമ്പോൾ വേറെ ഒന്നും കാണുന്നില്ല, കുഞ്ഞത് കാണുന്നില്ല. ഗോൾഡ് വീണ്ടും തിരിച്ചിടാൻ മടിയായി. അപ്പൊ ഇത് അമ്മേന്റെ കമ്മലാണ്. അമ്മ പണ്ട് സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ ഇങ്ങനത്തെ കളർ കമ്മലായിട്ട് ഇടും. സാരിക്ക് മാച്ചായിട്ട് ഇഷ്ടം പോലെ കളർ കമ്മലുണ്ടാവും അമ്മേന്റെ അടുത്ത്. അമ്മ ഗോൾഡ് ഇടുകേ ഇല്ല, എപ്പോഴും സാരിക്ക് മാച്ചായ കളർ കമ്മലിടും. അമ്മേന്റെ അടുത്ത് ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിന്. ഇപ്പൊ പിന്നെ എല്ലാം പോയി റിട്ടയർഡായ പിന്നെ ഗോൾഡ് തന്നെ സ്ഥിരം ഇടല്, ഇടക്കിടക്കെ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിലുള്ളതാണ് ഈ ഒരു ഓറഞ്ച് കമ്മല്. അതിപ്പം കണ്ടപ്പം അത് വെറുതെ അങ്ങ് എടുത്തിട്ടതാണ്. അപ്പൊ ഇനി ദോശ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാ. പൊറോട്ട ഉണ്ട് ഇന്നലത്തെ, അത് 2-3 ഉണ്ട്. അത് ആവി കയറ്റണം ഏട്ടന് വേണ്ടിയിട്ട്. ഇനി ഇന്ന് കറി ഉണ്ടാക്കുവാന്ന് ഞാൻ ആലോചിക്കുന്നത്. ചട്നിയെല്ലാം അരച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആയിരിക്കും. ഏട്ടന് ഇഷ്ടമല്ല, എനിക്ക് ഒരാൾക്ക് മാത്രമല്ലേ വേണ്ടൂ. അപ്പം അച്ഛനും അമ്മയും കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അത് ആഫ്റ്റർ ഫുഡും നോക്കണമല്ലോ ഷുഗർ, അതുകൊണ്ട് അവർ കഴിച്ചിട്ടേ വരും. അപ്പൊ ചെമ്മീനുണ്ട്. അപ്പൊ കയ്യോടെ ചെമ്മീൻ കറി ആക്കി വെച്ചാൽ ഏട്ടന് പൊറോട്ടക്ക് കഴിക്കുകയും ചെയ്യാം, ഉച്ചക്കേക്ക് ആവുകയും ചെയ്യും. അതും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമെന്ന്. ഇത് ചെമ്മീൻ നമ്മൾ രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാണ്. ഫ്രീസറിൽ നല്ല കട്ടയായ ചെമ്മീൻ പെട്ടെന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ മതിയെ. അറിയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ടിപ്പ് പറഞ്ഞാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇളകി കിട്ടും. ഗുഡ് മോർണിംഗ് മൈ ഏഞ്ചൽ. ഗുഡ് മോർണിംഗ്. അപ്പോഴേക്ക് ഇതാ നിച്ചൂട്ടി എണീറ്റ് വന്നേ. ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടേ എല്ലാം നടക്കുള്ളൂ അല്ലേ ചുട്ടി. അമ്മ ചെമ്മീൻ കറി ആക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇച്ചുവാവ എണീറ്റ് വന്നു. ഇത് അമ്മേന്റെ കുഞ്ഞി വാവിയാനേ, ഒരു 3 മാസമായ വാവിയാണ് ഇത്. അപ്പട് വാവേ കുഞ്ഞാവിയാന്. ഞാൻ നിച്ചൂട്ടിന്റെ മൂടല്ല ശരിയാക്കട്ടെ. അമ്മയും നിച്ചൂട്ടിയും കൂടെ കുറേ നേരം ഇരുന്നു. ഇനിയിപ്പോൾ നിച്ചൂട്ടി ഒറ്റയ്ക്ക് ഇതാ കളി തുടങ്ങിയിട്ടുണ്ട്. നിച്ചൂട്ടിൻ്റെ പുതിയ എന്തെല്ലോ വാങ്ങിയിട്ടുണ്ടല്ലോ, നിച്ചൂട്ടിക്ക് കാണിച്ചു കൊടുത്തോട്ടെ. അത് ഇതിൻ്റെ പേര്. ഇതാ ഫ്രൂട്ട്സ് എല്ലാം നിച്ചൂട്ടി മുറിക്കുമല്ലേ, വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം. കൊറിയർ മാമൻ കൊണ്ടു തന്നതാ. മുറിച്ചിട്ട് കാണിച്ചു കൊടുത്തേ എങ്ങനെയാണെന്ന്. നേരെ വെച്ച് മുറിച്ച് കാണിച്ചു കൊടുത്തോട്ടെ വാവ. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് മുറിക്കുന്ന ഒരു സെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണേ. അതിനൊരു കട്ടിംഗ് ബോർഡും ഒരു കത്തിയും ഉണ്ട്. നിച്ചിയുടെ കയ്യിൽ കണ്ട കത്തി. അപ്പം ഇതിങ്ങനെ വെറുതെ മുറിച്ച് ആ കത്തി കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിങ്ങനെ മുറിഞ്ഞ് 2 പീസാവും. വെറുതെ പിള്ളേർക്ക് കളിക്കാനൊരു സംഭവം. നിച്ചിനെ ഇങ്ങനെ അടുക്കളയിൽ ഞാൻ പണിയെടുക്കുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഞാൻ മുറിക്കാനെല്ലാം പറഞ്ഞിട്ട് വരും. അപ്പോൾ വെറുതെ ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. എന്നാടാ അമ്മമ്മേന്റെ കമ്മൽ എന്താ അമ്മ ഇട്ടേന്നാ? അത് വെറുതെ ഇട്ടത്. ഇവക്കെല്ലാം അറിയാം കേട്ടോ ആരതാന്നെല്ലാം. ഡ്രസ്സായാലും കമ്മലായാലും എല്ലാം പറയും. അമ്മമ്മേന്റെ കമ്മലാന്നല്ലോ ഇത്. കളിപ്പൂച്ച. ഞാൻ വേഗം കറിയാക്കട്ടെ. ഇടയ്ക്ക് നിച്ചൂട്ടി എണീച്ചുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. രാവിലെ എണീറ്റാൽ കുറച്ച് നേരം എന്തായാലും നിച്ചൂട്ടിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യലുണ്ട്. കുറച്ച് നേരം ഒന്ന് മൂടെല്ലാം ശരിയാക്കിയിട്ടേ ആവുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു എണീറ്റ് പാടുള്ള സമയത്ത് ഇങ്ങനെ പൂച്ചക്കുഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ അംഗൻവാടിയിലെല്ലാം പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. രാവിലെ ഒരു യുദ്ധമായിരിക്കൂലേ. അതുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം അങ്ങനെയെല്ലാം ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം എപ്പോഴും ഇരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഏട്ടൻ്റെ കൂടെ അവിടെ നിൽക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക്. അപ്പോഴേക്കും നമുക്ക് വേഗം കറി ഉണ്ടാക്കാം. ഒരാളിത് അമ്മേന്റെ വാലയെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഏടാ 1 2 3 അമ്മേന്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. അമ്മേനെ പണിയെടുക്കാൻ പോണാണ്ട് ഒരാള് കളിക്കാണ്ട്. നമുക്കൊരു നിച്ചുവാവിണ്ട്. ആ നിച്ചുവാവി ഇത് അമ്മേന്റെ ബാക്കിൽ തൂങ്ങി നിൽക്കുമോന്നോ. കള്ളക്കണ്ണ കള്ളക്കണ്ണ അമ്മ ദോശയാക്കി തരാല്ല. അമ്മേനെ കുപ്പായം. വാവാച്ചി വാവാച്ചി കണ്ണ കള്ളക്കണ്ണ. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഒന്നും ഷൂട്ട് ചെയ്യാൻ സമയമില്ല. ഷൂട്ട് ചെയ്താൽ പിന്നെ എൻ്റെ എല്ലാം വൈകും. ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പൊറോട്ട ഇവിടെ ആവി കയറുന്നുണ്ട്, ചെമ്മീൻ കറിയുടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊഴിച്ച് ചെമ്മീൻ കറിയാണ്. കുറച്ച് തേങ്ങാപ്പാല ഒഴിച്ച്. അയ്യോ എൻ്റെ ക്യാമറ. ചെമ്മീൻ കറി കാണിക്കുമ്പോൾ ക്യാമറ എല്ലാം മൂടിപ്പോയി.
അപ്പം അതെല്ലാം കൂടെ ഇടാവുന്നുണ്ട് കേട്ടോ. ഇനി ഓരോന്ന് എടുക്കാൻ നിന്നാൽ സമയം വൈകും. നമ്മൾ സ്ലോ ആയിട്ട് പണിയെടുത്താലും ചില സമയത്ത് നമുക്ക് റോബോട്ട് ആവേണ്ടി വരും. മൾട്ടി ടാസ്കിങ് അങ്ങനെ ഒരു സമയമാണ് കേട്ടോ ഇത്. സമയം കുറച്ചധികം വൈകിപ്പോയി നിച്ചൂട്ടീനെ ഒന്ന് മൂടി ശരിയാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിച്ചൂട്ടിക്കുള്ള ദോശ കൊടുത്തു, ഏട്ടൻ്റെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയ തിരക്കില്ല. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമായല്ല, ചെമ്മീൻ കറി ആയതുകൊണ്ട് ഉച്ചക്കേക്കും കൂടിയുള്ള ഒരു കറി അങ്ങനെ ആയി രക്ഷപ്പെട്ടു. ബാക്കി എന്തെങ്കിലും ഒരു പച്ചക്കറി വറവാക്കിയാൽ പോരെ. അമ്മ ഇപ്പൊ വിളിച്ചു, അവരിന് സെക്കൻഡ് ബ്ലഡും കൂടെ കൊടുത്തിട്ട് ഒരു 10 മണിയെല്ലാം ആകുമ്പോഴേക്കും അമ്മ എത്തും. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാളുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിച്ചൂട്ടിനെ മാനേജ് ചെയ്യാൻ ഒരാൾ നിന്നാൽ അങ്ങ് ആയിക്കോളുമല്ല. നമുക്ക് അതന്നെ ശീലമായി. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പണ്ടേ ചെറുപ്പം മുതലേ ഉള്ളതാണെങ്കിൽ പിള്ളേർ ഒറ്റയ്ക്ക് തന്നെ കളിച്ചോളൂ. അവർക്ക് ഒരാൾ സ്ഥിരം വേണമെന്നല്ലേ ഉണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ കുറെ ആളുള്ളതുകൊണ്ട് ആരെങ്കിലും ഒരാളായിട്ട് മോളെടുത്ത് അങ്ങനെ ഉണ്ടായിട്ട് ശീലമായില്ലേ. അതുകൊണ്ട് ഇപ്പം നിച്ചൂട്ടിക്ക് ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ളത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ടേക്ക് പരിധി വരും. ഹരാ വാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ വരും. അതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. ഇനി അത് അംഗൻവാടിയിലെല്ലാം പോയി കഴിഞ്ഞാലേ അത് ശീലാവൂലോ. അപ്പൊ എല്ലാം റെഡിയായേ. ദോശ റെഡി, പൊറോട്ട റെഡി, കറി റെഡി. ലാസ്റ്റ് സ്റ്റെപ്പാണ് കറിയിൽ കടുകും ഉലുവയും ചെറിയ ഉള്ളിയും കറിവേപ്പിലും ഇത്രയും സാധനങ്ങൾ താളിച്ചിടും. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കാര്യം കൂടെ നമ്മളെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ഇതെല്ലാം കൂടെ താളിച്ചിട്ട് കുറച്ച് നമ്മുടെ മുളക് പൊടിയും കൂടി ഇട്ട് ആ എണ്ണയിൽ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പാറി നടക്കും കേട്ടോ, ഇങ്ങനെ ഈ ഒരു മുളക് പൊടിയുടെ കളറ്. അപ്പം നല്ലൊരു കളറ് കിട്ടും കറിക്ക്. ഇനി നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കട്ടെ. ഒരുമിച്ചാണ് കഴിക്കുന്നത്. നിച്ചൂട്ടി അവിടെ ഉണ്ട്. നിച്ചൂട്ടിക്ക് നേരത്തെ ദോശ കൊടുത്തേ, എന്നാലും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏട്ടന് ഞാനും കഴിക്കുമ്പം നിച്ചൂട്ടി അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ ദോശ കൊടുത്തിട്ട് വേണ്ടാന്ന് പറയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 2 വട്ടം ചെമ്മീൻ കറിയിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നും കേട്ടോ. നിച്ചൂന് കറി കൂട്ടാൻ വലിയ ഇഷ്ടമല്ല. ചില സമയത്ത് ചൂടോടെ ആണെങ്കിൽ അങ്ങനെ തിന്നും, വെറുതെ തിന്നും. അല്ലെങ്കിൽ കുറച്ച് തേനോ അങ്ങനെ പഞ്ചസാരയോ എല്ലാം മുക്കിയിട്ട് അങ്ങനെ തിന്നാനോ ഇഷ്ടം. കറീൻ്റെ ടേസ്റ്റ് തിന്ന് നോക്കിയാൽ ഇഷ്ടമാവേ, പക്ഷെ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടാണ്. വേണ്ട എനിക്ക് കറി വേണ്ട എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നമ്മളായാലും അങ്ങനെയല്ല, ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, ഇഷ്ടമായാൽ പിന്നെ ഇഷ്ടാവും ചെയ്യും പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ. അതുപോലെ അപ്പം നമ്മൾ ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിച്ചൂട്ടിൻ്റെ ഓരോ കളിയെല്ലാം കണ്ടുകൊണ്ട് ചായ കുടിക്കുമെന്ന്. അപ്പം ചായ എല്ലാം കുടിച്ച് ചോറും വെച്ചു കേട്ടോ. അപ്പോഴേക്ക് അമ്മ വന്നിട്ടുണ്ട്. അച്ഛൻ വേറൊരു ആവശ്യമുള്ളതുകൊണ്ട് അവിടെ വഴിയിൽ ഇറങ്ങിയതിന് അമ്മ വന്നു. അപ്പം നിച്ചൂട്ടി സായമ്മ എടുത്തിട്ട് പോയിട്ടുണ്ട് നിച്ചൂട്ടീന ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും ഒരു വറവും എന്തെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കറിയും കൂടെ ആക്കണം. ചെമ്മീൻ കറി ഉണ്ടല്ലോ, അത്ര മാത്രമേ പണിയുള്ളൂ. നിച്ചൂട്ടി അങ്ങോട്ട് പോയിട്ട് ഒരു ഗിഫ്റ്റ് എല്ലാം കിട്ടിയേ നിച്ചൂട്ടിക്ക്. ഇതാ നല്ല അടിപൊളി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടേ. ഇതാ ഹായ്. നിച്ചൂട്ടിക്ക് അംഗൻവാടി പോകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റായി. നമ്മളെ സൈബുമ്മ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നല്ല, ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ സൈബുമ്മ 1 മാസത്തെ വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു വന്നേ. അപ്പൊ നിച്ചൂട്ടിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഇത് നല്ലൊരു അടിപൊളി ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ്, തൊടാൻ വേണ്ടി നല്ല സുഖമുണ്ട്. പിന്നെയും ഉണ്ട് ഗിഫ്റ്റ്, ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ ഗിഫ്റ്റ് എന്ന് നിച്ചൂട്ടി കാണിച്ചു തരുവേ. എടുക്കുവാവേ അതിൻ്റെ അകത്തുനിന്ന്. ഹായ് കാണിക്കേ. ഒരു മാലയും ക്ലിപ്പും ബ്രേസ്ലെറ്റും എല്ലാം ഉള്ള ഒരു സെറ്റ്. നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ ചുട്ടി. ഇനി എന്നാ ഒന്നും കൂടി ഉണ്ട്, അതും കൂടി എടുക്ക്. പിന്നെ കുറേ ചോക്ലേറ്റ്സും ഉണ്ട് അതിനെ. അത് നമ്മൾ തൽക്കാലം നിച്ചൂട്ടിന്റെ കണ്ണ് വെട്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ച്. ഇതെന്നാ വെച്ചോ? ഹെയർ ബാൻഡാ? 3 ഹെയർ ബാൻഡ് ഉണ്ട്. 3 കളേഴ്സ്. ബ്ലാക്ക് ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. അല്ല വാവേ, നമുക്കിത് പൊട്ടിച്ചു നോക്കാം. ഇങ്ങോട്ടൊക്കെ നിച്ചൂട്ടി, ഇങ്ങോട്ടൊക്കെ. അത് അമ്മ എടുത്തു തരാം. കൊണ്ടാ ഒക്കെ പൊട്ടിക്കാനുള്ള തിരക്കിലാണ്. അമ്മ എടുത്തു തരാം. ഇങ്ങോട്ടൊക്കെ ഹെയർ ബാൻഡ് കാണിക്ക്. സൂപ്പർ. അതെടുത്തു തരാം. അതിലൊരു സിൽവർ ഹെയർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. സൈബുമ്മന്റെ സെലക്ഷൻ സൂപ്പർ അല്ലേ ചോ? അടിപൊളി എല്ലാം ഇട്ടിട്ടുണ്ട്. കാണിക്ക് ഇങ്ങോട്ടൊക്കെ. നമുക്ക് സൈബുമ്മക്ക് കാണിച്ചിട്ട് വരാല്ലോ പോയിട്ട്. ഇങ്ങോട്ടൊക്കെ നിച്ചിട്ട് കാണിച്ചാപ്പാ. നോക്കതാ എല്ലാം ഇട്ടു. അടിപൊളി സൈബുമാരല്ലേ. നല്ല നല്ല രസമുണ്ടല്ലേ. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. അത് വലിയ ഇതാണ്. നല്ല സൂപ്പർ സൂപ്പർ. മാലയും ഹെയർ ബാൻഡും ക്ലിപ്പും ബ്രേസ്ലെറ്റും ഒന്നും പറയണ്ട. വലിക്കല്ല. നമുക്ക് സൈബുമ്മ കാണിച്ചു കൊടുക്കാ.
പോയിട്ട് സൈബൂമ്മ കാണിച്ചു കൊടുക്കാലോ. നമ്മൾ പോയിട്ട് സൈബൂമേനെ കാണിച്ചിട്ട് വന്നു. എല്ലാം ഇട്ടിട്ട് പോയിട്ട് സൈബൂമേനെയും ഇക്ബാലും മുത്താപ്പേനെയും സായുമേനെയും എല്ലാവരും കാണിച്ചിട്ട് വന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അവർ ഗിഫ്റ്റ് ചെയ്ത സാധനം അവർ ഇട്ടിട്ട് കാണുന്നത് അവർക്കും നല്ല രസമായിരിക്കുമല്ലേ. അതുകൊണ്ട് നല്ല എടുത്ത് വെച്ചു ഞാൻ. അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് തന്നെ ഇട്ട് നശിപ്പിക്കും. നമുക്കിനി അങ്കൻവാടി പോകുമ്പോൾ എല്ലാം പുറത്ത് പോകുമ്പോൾ എല്ലാം ഇടാമല്ലോ. അതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിച്ചൂട്ടിനപ്പുറം കളിക്കുകയാണ്. ഇപ്പം നിച്ചൂട്ടീൻ്റെ ഫേവറേറ്റ് കളി എന്ന് പറയുന്നത് ഇതാണ് ഡോക്ടറും കുട്ടി, ഡോക്ടറും പേഷ്യൻറ്റും. ചില സമയത്ത് നിച്ചു ഡോക്ടറും ഞാൻ പേഷ്യൻറ്റും ആവണം, അല്ലാത്തപ്പോൾ ഞാൻ ഡോക്ടറും നിച്ചു പേഷ്യൻറ്റും ഇങ്ങനെ ഇരുന്നിട്ട് എന്താ അസുഖം എന്നെല്ലാം ചോദിച്ചിട്ട് കളിക്കുമെന്ന്. ഇപ്പം നിച്ചുവിൻ്റെ വാവക്കാണ് ഈ അസുഖം, അതുകൊണ്ട് വാവേനെയും കൊണ്ട് വന്നതാണ്. കുഞ്ഞു മക്കൾ ഇങ്ങനത്തെ വർത്താനെല്ലാം കേൾക്കാൻ വേണ്ടി എന്ത് രസമാണ് അല്ലെ. ഇങ്ങനത്തെ കളികളെ സമയത്തെല്ലാം അവർ പുതിയ വാക്കുകളെല്ലാം പറയാം. അപ്പം നമ്മൾ തന്നെ ഞെട്ടിപ്പോവും, ഈശ്വര ഈ വാക്കെല്ലാം നിച്ചു എപ്പോഴാണ് പഠിച്ചതെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവരെ സ്വയം സംഭാഷണമെല്ലാം പുറത്ത് വരണമെങ്കിൽ ഇങ്ങനെ ഒരു കളിയിൽ എൻഗേജ്ഡ് ആക്കിപ്പിക്കണം അവരെ. അപ്പോൾ അവരറിയാണ്ട് വരും. അപ്പോൾ നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ നിച്ചു പറയും, ചിരിക്കല്ല അമ്മേ ഞാൻ ശരിക്കും പറയരുതെന്ന് പറയും. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. ഇങ്ങനെ ടി വി ഫോണും കാണിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇതുപോലെ പിള്ളേരുടെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ അവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. നമ്മളൊരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമുക്കും നല്ലൊരു റിലാക്സേഷനാണ് അവരെ കൊഞ്ചിയുള്ള വർത്താനെല്ലാം കേൾക്കുമ്പോൾ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നിച്ചുട്ടിക്കെല്ലാം ഫുഡ് കൊടുത്ത് നിച്ചുട്ടിൻ്റെ ഒരു ഉറക്കവും എല്ലാം കഴിഞ്ഞു കേട്ടോ. അതെല്ലാം നമ്മൾ യൂഷ്വലി കാണിക്കുന്നത് തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ആദ്യം വീണ്ടും ഷൂട്ട് ചെയ്തിട്ടില്ല. വൈകുന്നേരമായ സമയം എനിക്ക് 1-2 വീഡിയോസ് എടുക്കാനുണ്ട്, ഷോർട്ട് വീഡിയോസ് എല്ലാം എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അതെല്ലാം എടുത്ത് സെറ്റാക്കി വെക്കട്ടെ. അതിന് ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വേണം. അത് 2 എണ്ണം എടുക്കാനുണ്ട്, അതെല്ലാം കൂടെ. അപ്പം അതൊന്ന് വേഗം തീർക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്നു. നമ്മൾ ഈ ഏട്ടൻ്റെ ഓഫീസ് റൂം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് പ്രൊമോഷൻസ് വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യല്. ഈ ഒരു ലൈറ്റ് ഉണ്ട്, ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ട്, പിന്നെ എൻ്റെ ഒരു ഏട്ടനുണ്ട്. ക്യാമറയിലാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യുക. അതുകൊണ്ട് ഏട്ടനാണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരുക. അത് നിങ്ങൾക്ക് നമ്മൾ ഫോണിലുള്ള ക്വാളിറ്റി അല്ലല്ലോ, നല്ല ക്വാളിറ്റിയിൽ കാണല്ലേ. അപ്പം ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കുന്നുണ്ടാകും അത്ര ക്വാളിറ്റിയിൽ. പിന്നെ നമ്മളെ പ്രൊമോഷൻ വീഡിയോസ് നമ്മളത് നല്ല ആര് പ്രൊമോഷൻ വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ കമന്റ്സ് വരാറുണ്ട്, ഇതെന്തിനാ ഇങ്ങനത്തെ ഇതെല്ലാം എടുത്ത് മുഖത്ത് കേൾക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ട്. അത് നമ്മളെ ജോലിയാണ്. ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ നമ്മളത് ചെയ്യണമല്ലോ, അതാണല്ലോ നമ്മളെ ജോലി. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എല്ലാവരും അല്ല കേട്ടോ, ചിലവരെല്ലാം. ഇപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ടാഗ് എല്ലാവരും ചെയ്യുമ്പോൾ കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ള കാര്യം. അപ്പം അതും കണ്ടുകൊണ്ട് ഇത് പ്രൊമോഷൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് ചിലവർ കമൻറ്റ് ചെയ്യും. അപ്പം അതിനെപ്പറ്റി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്തായാലും, എന്നിട്ട് വേറൊരു വീഡിയോ കൂടെ എടുക്കാനുണ്ട്. പിന്നെ അടുത്ത ദിവസം ഇടേണ്ട ഒരു വീഡിയോ, അത് രണ്ടും കൂടി എടുത്തിട്ട് കാണാൻ. നിച്ചൂട്ടി അവിടെ അമ്മേൻ്റെ ഒപ്പം TV ആണെന്നുണ്ട് തൽക്കാലത്തേക്ക്. നിച്ചൂട്ടിൻ്റെ മൂഡ് പോകുന്നതിന് മുമ്പേ വേഗം തീർക്കട്ടെ കേട്ടാ. അപ്പം മേക്കപ്പ് വീഡിയോ എടുത്തിട്ട് റെഡിയായി. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെഡി ആവണം. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മിക്കവാറും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കലാണ്. അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ അതാവുമല്ലോ. അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ റെഡിയാവും. ആ പുറത്തുനിന്ന് ഒരു ഷോട്ട് എടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതും കൂടി എടുക്കട്ടെ. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചിട്ട് മേലേക്ക് വന്നതാണ്. വേർത്ത് കുളിച്ച് എന്തൊരു ചൂടാന്ന്. നമ്മള് യെല്ലോ അലേർട്ടാ എങ്ങാനും ആണ് ചൂടിന്റെ. സാധാരണ മഴയുള്ള സമയത്താണ് അലേർട്ടെല്ലാം ഉണ്ടാവല്. ഇപ്പൊ ചൂടിന്റെ സമയത്തുമായി. എല്ലാവരും ശ്രദ്ധിക്കണം, പുറത്തെല്ലാം പോകുമ്പോൾ ഭയങ്കര ചൂടല്ലേ. നമ്മൾ ഇന്നാളെ ഇവിടെ ഒരാൾ മരിച്ചു, ഒരു അതിഥി തൊഴിലാളി. ചൂട് പണിയെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണിട്ട് അത്രയും ചൂടാണ്. അപ്പൊ മേലെ വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഇത് നമ്മളെ ട്രെഡ്മില്ലുണ്ട്. വൈകുന്നേരം ഇപ്പം കുറച്ചു നേരം വർക്കൗട്ട് ഉണ്ട്, ട്രെഡ്മില്ലിൽ നടക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മേലേക്ക് വന്നതാണ്. അത് വേഗം ചെയ്യട്ടെ. ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടാ വർക്കൗട്ട്. ഇന്നലെ നമ്മൾ കണ്ണൂർ പോയിട്ടുണ്ട്, അതിനോണ്ട് ഇന്നലെ ഒഴിവായി. അപ്പം ഇന്ന് ചെയ്യട്ടെ. എല്ലാവരും നമ്മുടെ അച്ഛനും അമ്മയും ഏട്ടനും ഞാനും എല്ലാവരും ഇപ്പം ചെയ്യലുണ്ട്. ഓണാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങട്ടെ. നിച്ചൂട്ടി താഴെയുണ്ട്. ഇപ്പം വല്യമ്മയും മോനെല്ലാം വന്നിട്ടുണ്ട്. അതിനെ കുറച്ച് നേരം വാവേൻ്റെ കൂടെയെല്ലാം കളിച്ച് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോഴേക്കും അവർ വേഗം പോയി. ഇതിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് എക്സ്പേർട്ട് ആവുന്നതേ ഉള്ളൂ. കൈയെല്ലാം വിട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആയിട്ടില്ല കേട്ടോ. ചെറിയ സ്പീഡിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ സ്പീഡ് കൂട്ടും തോറും കൈ വിട്ടിട്ട് നടക്കാനായിട്ടില്ല. ഒന്ന് ശരിയായി വരുന്നതേ ഉള്ളൂ. അതിന് കുറച്ച് പ്രാക്ടീസും കൂടെ വേണമല്ലോ, എന്നാലേ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ഓടാനെല്ലാം പറ്റുള്ളൂ. അത് പിന്നെ പതിയെ ആക്കാം. നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. വർക്കൗട്ട് ഇപ്പം ചെറിയ രീതിയിൽ അങ്ങനെ ചെയ്യാം.
അപ്പോൾ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞു. വർക്കൗട്ട് കഴിയുമ്പോഴേക്ക് വർക്കൗട്ട് കഴിയുമ്പോഴേക്ക് അച്ഛനും മോളും മേലേക്ക് വന്നിന്. ഇനി ഏട്ടന് ചെയ്യണം, അതുകൊണ്ട് വന്നയാന്നേ. ഇനി നിച്ചുവിനെയും പാർസലാക്കിയിട്ട് അമ്മ താഴേക്ക് പോകണം. അല്ലേ നിച്ചു നടക്കുന്നതില് ഇച്ചിരി പേടിയാ? നടക്കണ്ട കേട്ടാ. രണ്ടൊരു വീഡിയോ ഉണ്ടായിട്ട് ചേട്ടാ, ഒരു കുഞ്ഞിനെ എങ്ങനെയായാലും നിർത്തിയിട്ട് ബാക്കോട്ട് വീണിട്ട് പിന്നെ സ്പീഡ് കൂട്ടി 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 വീഴുന്നില്ല. കരിയുന്നേ സ്പീഡ്, അത് ചെറുപട നടന്നിട്ട് ലാസ്റ്റ് കരിയുന്നേ. പണ്ടേ വേണ്ട, എന്റെ പൊന്നിനാക്കാൻ വിടില്ല. എന്റെ പൊന്നിന് പേടിയാണല്ലേ. താഴെ പോവാ, നമുക്ക് കുളിക്കണം. അമ്മ വേർത്തിന് കളിപ്പിച്ചേ. പഠിക്കടാ, പാടടാ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ അടുത്ത ദിവസം രാവിലെ എന്റെ വീഡിയോ എൻഡ് ചെയ്യുന്നു. ഇന്നലെ രാത്രി എനിക്ക് തീരെ വയ്യാനോ, എന്തോ നടുവിന് എന്തോ ഒരു വേദന പോലെയെല്ലാം ആയിട്ട് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ വീഡിയോ എൻഡ് ചെയ്യേണ്ട കാര്യം ഓർമ്മയുണ്ടായിട്ടില്ല. അപ്പൊ അടുത്ത ദിവസം രാവിലെ എൻഡ് ചെയ്യുന്നേ. ഇന്ന് ഏട്ടനും തക്കടും എല്ലാം വരുന്നുണ്ട്. ഉച്ചയാകുമ്പോഴേക്കും അവരെത്തും. അപ്പൊ അതിന്റെ തിരക്കായിരിക്കും ഇന്ന്. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.